നമ്മളെ ജീവിതത്തിലെ ഏത് സാഹചര്യത്തിലാണെന്നുണ്ടെങ്കിലും ഏതിലൂടെയൊക്കെ പോയാലും തിരിച്ച് എത്താൻ ഒരു വീടുണ്ട് എന്നുള്ളത് വല്ലാത്തൊരാശ്വാസമാണ്. നമ്മൾ ഈ പള്ളി വിരിഞ്ഞ് തിരിച്ചു പോകുന്നത് നമ്മുടെ വീട്ടിലേക്കാണ്. ഒരു ദീർഘയാത്ര കഴിഞ്ഞാൽ ആ യാത്രയുടെ ക്ഷീണവും മുഷിപ്പുമൊക്കെ നമുക്ക് വന്നു തുടങ്ങിയാൽ പെട്ടെന്ന് വീടണയണം എന്നാണ് നമ്മളൊക്കെ ആഗ്രഹിക്കാറുള്ളത്. പ്രവാസം അനുഭവിക്കുന്ന ആളുകൾക്ക് ഉള്ള പ്രതീക്ഷ തിരിച്ചു വരാൻ ഒരു വീടുണ്ട് എന്നുള്ളതാണ്. ജീവിതത്തിന്റെ വലിയൊരു ഭാഗവും നമ്മൾ മാനസികവും ശാരീരികവും സാമ്പത്തികവുമായി ചെലവഴിക്കുന്നതും അധ്വാനിക്കുന്നതും ഒക്കെ വീടിനെ കുറിച്ച് ആലോചിച്ചിട്ടാണ്. കുറെ കാലത്തെ ചിന്തയാണ് ഒരാളെ സംബന്ധിച്ചിടത്തോളം വീട് എന്നുള്ളത്, പ്രത്യേകിച്ചൊരു സാധാരണക്കാരനായി ജീവിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ വലിയൊരു അനുഗ്രഹമായി നിഅമത്തായിട്ടാണ് നമ്മുടെ വീടിനെ അള്ളാഹു പരിചയപ്പെടുത്തുന്നത്. വല്ലാഹു ജഅല ലക്കും മിൻ ബുയൂതികും സകന. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കുള്ള വീടിനെ, അള്ളാഹു നിങ്ങൾക്ക് വീടുകളെ വിശ്രമ സ്ഥലമാക്കിയിരിക്കുന്നു എന്ന് അള്ളാഹുവിന്റെ ഖുർആൻ, വിശുദ്ധ ഖുർആൻ സൂറത്തുൻ നഹ്ലിന്റെ 80-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട്. അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ എടുത്തു പറയുന്നിടത്ത് പറഞ്ഞ കാര്യമാണ് വീട് എന്നുള്ളത്. അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രാർത്ഥനയിൽ നമുക്കത് കാണാൻ പറ്റും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു, അല്ലാഹുമ്മ ഗ്ഫിർ ലി ദംബി, അള്ളാഹുവേ എന്റെ പാപങ്ങളെ എനിക്ക് നീ പുറത്തു തരണേ നാഥ. വവസ്സിഅ ലി ഫീ ദാരി, വീട്ടിലെനിക്ക് നാഥ നീ വിശാലതയെ തരണമേ. വബാരിക് ലി ഫീ റിസ്ഖി വബാരിക് ലി ഫീമാ റസഖ്തനി, അള്ളാഹുവേ നീ എനിക്ക് നൽകുന്ന റിസ്ഖിൽ എനിക്ക് ബർക്കത്ത് പ്രദാനം ചെയ്യണേ നാഥ എന്ന് പ്രവാചകൻ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എന്നാണ്. ഈ മൂന്ന് കാര്യങ്ങളും ഒരാളുടെ ജീവിതത്തിലേക്ക് ഇണങ്ങിക്കിട്ടിയാൽ, ഒത്തിണങ്ങിയാൽ വളരെ ഐശ്വര്യമായ ഒരു ജീവിതമാണ് അവൻ്റെത്. പാപമുക്തമായൊരു ജീവിതം. അറിയാതെയും അറിഞ്ഞുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ പലതും സംഭവിക്കാറുണ്ട്. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആല അതൊക്കെ നമുക്ക് പുറത്തു തന്നിരിക്കുന്നു എന്നറിയുന്ന ഒരു ദിവസം വല്ലാത്ത സന്തോഷത്തിന്റെ ദിവസമാണ്. അതോടൊപ്പം തന്നെ വവസ്സിഅ ലി ഫീ ദാരി, അള്ളാഹുവേ എന്റെ വീട്ടിൽ എനിക്ക് നീ വിശാലതയെ പ്രദാനം ചെയ്യണേ നാഥ എന്നുള്ളതാണ്. വീടില്ലാത്ത ധാരാളം ആളുകളെ നമുക്കൊക്കെ അറിയാം. ദുരന്തഭൂമികളിൽ ജീവിക്കുന്നവർ, യുദ്ധഭൂമികളിൽ ജീവിക്കുന്നവർ, തെരുവിളക്കിന് താഴെ കിടന്നിറങ്ങുന്നവർ, ഇങ്ങനെ വീടില്ലാത്ത കുറെ ആളുകൾ, വീടുള്ള വീട് തന്നെ അതിൽ താമസിക്കാൻ പരിമിതിയുള്ള ആളുകൾ, ഒരു മഴക്കാലം വരുന്ന സമയത്ത് തന്റെ വീടിനെ കുറിച്ച് ആശങ്കപ്പെടുന്ന ആളുകൾ, ഇങ്ങനെയൊക്കെയുള്ള ആളുകളെ കാണണമെന്നുണ്ടെങ്കിൽ വിദൂരതകളിലേക്കൊന്നും നമ്മൾ സഞ്ചരിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെയൊക്കെ ചുറ്റുഭാഗങ്ങളിൽ തന്നെ അത് നമ്മൾ അനുഭവിക്കുകയും കാണുകയും ചെയ്യുന്നുണ്ട്. അതിനിടയിൽ നിന്നാണ് സഹോദരങ്ങളെ ചോർന്നൊലിക്കാത്ത, അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു വീട്ടിൽ താമസിക്കാനുള്ള ഒരു തൗഫീഖ്, ഒരു ഭാഗ്യം നമ്മൾക്ക് ലഭിച്ചിരിക്കുന്നത് എന്നത് ഒരു നിസ്സാരമായ കാര്യമായിട്ട് നമ്മൾ ആരും കാണരുത്. അള്ളാഹുവിന് നമ്മൾ ശുക്ർ ചെയ്യേണ്ട, വീണ്ടും വീണ്ടും റബ്ബിനോട് നമ്മൾ ശുക്ർ ചെയ്യേണ്ട കാര്യമാണ് നമുക്ക് താമസിക്കാൻ, കിടന്നുറങ്ങാൻ ഒരു മേൽക്കൂരയുണ്ട് എന്നുള്ളത്. അതില്ലാത്ത ജനങ്ങളുടെ ജീവിതം കാണുമ്പോഴാണ് എത്രമേൽ നമ്മൾ അനുഗ്രഹീതരാണ് എന്ന് ബോധ്യപ്പെടുക. പക്ഷെ സഹോദരങ്ങളെ, നമുക്കൊരു വീടുണ്ടായിട്ടും, ഒരു വിശാലമായ വീടുണ്ടായിട്ടും ആ വീടിനുള്ളിൽ ഒരു വിശാലമായ ജീവിതം നമ്മൾക്ക് ലഭിക്കുന്നുണ്ടോ എന്നുള്ളതും നമ്മൾ കൂടുതൽ ആലോചിക്കേണ്ട കാര്യമാണ്. വീടുണ്ട്, നമ്മളെ വീടിനെ നോക്കിയിട്ട് ആളുകൾ പറയുന്നുണ്ട്, എന്ത് നല്ല വീടാണല്ലേ, അവനും വീടായല്ലേ, അവന്റെയൊക്കെ സുഖം എന്താണ്, അവനൊക്കെ ജീവിതാഐശ്വര്യത്തിലാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അവർ വിചാരിക്കുന്നത് പോലുള്ള ഒരു ഐശ്വര്യവും അവർ വിചാരിക്കുന്നത് പോലുള്ള ഒരു വിശാലതയും ഒക്കെ നമ്മുടെ വിശാലമായ റൂമിന്റെ ഉള്ളിൽ നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ടോ എന്നുള്ളതും നമ്മൾ പുനഃപരിശോധന ചെയ്യേണ്ട കാര്യമാണ്. അത് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകും. അവിടെയാണ് ഒരു മുസ്ലിമിന്റെ ഭവനത്തെ കുറിച്ച് അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് നമ്മൾ പഠിക്കേണ്ടത്. വിശാലമായ റൂമ് ഉണ്ടായതുകൊണ്ട് ആ വിശാലമായ റൂമിൽ ഐശ്വര്യപൂർവ്വം നമുക്ക് ജീവിക്കാൻ കഴിയുമെന്ന് യാതൊരു ഉറപ്പില്ല. എന്നാൽ എത്ര പരിമിതമായ വീടാണ് എന്നുണ്ടെങ്കിലും, നമ്മളൊരു ടാർപോളിൽ വലിച്ചു കെട്ടിയ പരിമിതികൾക്കുള്ളിൽ താമസിക്കുന്നവരാണ് എന്നുണ്ടെങ്കിലും അതിനുള്ളിൽ നമ്മൾക്ക് ആശ്വാസം കണ്ടെത്താൻ പറ്റുമെന്ന് അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതൊരു വിശ്വാസം എന്നുള്ള നിലയിൽ നമ്മൾ പാലിച്ചാൽ ഒരുപാട് ബറക്കാത്തുകൾ നമ്മുടെ വീട്ടിലേക്ക് നമ്മുടെ കൂടെ കയറിപ്പോരുന്നുണ്ട്. നമ്മൾ വീട്ടിലേക്ക് കയറുന്ന സമയത്ത് ഇത്തരം ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാത്തതിന്റെ പേരിൽ ഒരുപക്ഷെ നമ്മൾക്ക് നമ്മുടെ വീട്ടിലെ ബർക്കത്ത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. വീടിന്റെ മുറ്റം നന്നായിട്ടുണ്ട്, എല്ലാം വൃത്തിയായി സൂക്ഷിക്കുന്നുണ്ട്, ചെടികളുണ്ട്, അതിന് ഗേറ്റ് ഉണ്ട്, അതിന് മതിലുണ്ട്, നല്ല പെയിന്റ് ഉണ്ട്, നല്ല അടച്ചുറപ്പുള്ള വീടാണ്. പക്ഷെ അതിനുള്ളിൽ താമസിക്കാൻ ഒരു സമാധാനം കിട്ടുന്നില്ല. ആ സമാധാനം കിട്ടുമ്പോഴാണ് അല്ലാഹുവേ എന്റെ വീട്ടിൽ എനിക്ക് വിശാലത കൊണ്ട് റബ്ബേ എന്നുള്ള പ്രാർത്ഥനയുടെ
അർത്ഥം അത് പൂർണ്ണമായി നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു കിട്ടുന്നത്. അതിന് നമ്മൾ എന്തൊക്കെ ചെയ്യണം? വളരെ സിമ്പിളായ ചില കാര്യങ്ങളാണ് സഹോദരങ്ങളെ ഞാൻ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ ഇത് നമ്മൾ എത്രമാത്രം പാലിക്കാറുണ്ട് എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. നമുക്കൊക്കെ പാലിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഈ ഖുത്ബ കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ ഒരുപക്ഷെ ഞാൻ കുറച്ച് കാര്യങ്ങൾ എണ്ണി പറയുമ്പോൾ അതിൽ ചിലരെങ്കിലും നമ്മൾ പാലിക്കാൻ ശ്രദ്ധിച്ചാൽ അതിന്റെ ഗുണം നമ്മുടെ ജീവിതത്തിൽ കാണും ഇൻഷാ അല്ലാഹ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയണേ, നമ്മൾ വീട്ടിലേക്ക് കയറുന്ന സമയത്ത് എങ്ങനെയാണ് പോകാറുള്ളത്? അവിടെ അങ്ങനെ നാലാൾക്കാർ നിൽക്കുന്നുണ്ട്, അപ്പൊ ഇങ്ങനെ വർത്താനം ചോദിച്ച് ഇങ്ങനെ കയറി ചെല്ലലാണ് പലപ്പോഴും ഉണ്ടാവാറുള്ളത്. പക്ഷേ അതൊക്കെ വേണം. അതിന്റെ മുമ്പ് ഒരു സുന്നത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. എന്താണ് ആ സുന്നത്ത്? മഹാനായ ജാബിർ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇപ്രകാരം പറയാറുണ്ടായിരുന്നു: ഇദാ ദഖല അർ-റജുലു ബൈതഹു ഫദക്കറല്ലാഹ ഇൻദ ദുഖൂലിഹി വഇൻദ തആമിഹി. ഒരാള് വീട്ടിൽ പ്രവേശിക്കുന്ന സമയത്തും അതിനുശേഷം ഭക്ഷണം കഴിക്കുന്ന സമയത്തും അള്ളാഹുവിനെ സ്മരിച്ചാൽ, എന്ത് അള്ളാഹുവിനെ സ്മരിച്ചാൽ എന്ന് പറഞ്ഞാൽ സിമ്പിളാണ്, ബിസ്മില്ലാ എന്ന് പറഞ്ഞാൽ. ഇനി വല്ല പണിയുണ്ടോ? ഇല്ല, ഇത് ഓർമ്മ വരുന്നില്ല. അപ്പൊ നമ്മൾ കുറച്ചു കാലം ഇതൊന്ന് ബോധപൂർവം ഓർമ്മിക്കാനുള്ള പണികൾ എടുക്കണം. ഈ കഴിഞ്ഞ ആഴ്ചയിൽ എത്ര തവണ നമ്മൾ വീട്ടിലേക്ക് കയറി ഇറങ്ങി വന്നു, പോയി വന്നു നിന്നു. പക്ഷെ ഇങ്ങനെ ഒരു ബിസ്മി ചൊല്ലിയിട്ടാണ് നമ്മൾ വീട്ടിലേക്ക് കയറിയത്. അങ്ങനെ ചെല്ലുന്നവർ ഉണ്ടാകാം, അള്ളാഹു നിലനിർത്തി കൊടുക്കുമാറാവട്ടെ. പക്ഷെ അത് നമ്മൾ പരിശ്രമിക്കണം. പരസ്പരം വീട്ടിൽ നമ്മൾ ഉണർത്തണം. ഈ ഖുത്ബ കഴിഞ്ഞാൽ നമ്മളൊന്ന് ഇത്തരം ചില കാര്യങ്ങളെ കുറിച്ച് ഭാര്യയും മക്കളൊക്കെ ഒരു ഡിസ്കഷൻ ഉണ്ടാകണം. അതിന്റെ ഒരു തൗഫീഖ് നമ്മൾ അനുഭവിക്കും സുഹൃത്തുക്കളെ. ആ വീട്ടിൽ കയറുന്ന സമയത്ത് നമ്മൾ ബിസ്മി ചൊല്ലി കയറിയാൽ, ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമ്മൾ ബിസ്മി ചൊല്ലി ഭക്ഷണം കഴിച്ചാൽ, ശൈത്താൻ തന്റെ കൂട്ടാളികളോട് പറയുമെന്നാണ്. അഥവാ നമ്മൾ വീട്ടിലേക്ക് കയറുന്ന സമയത്ത് പിന്നാലെ ഓരും പോരുണ്ട് എന്ന് അള്ളാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. നമ്മൾ ബിസ്മി ചൊല്ലി വീട്ടിൽ കയറിയാൽ ഓനും അവന്റെ കൂട്ടാളികൾക്കും രണ്ട് പ്രവേശനമില്ല. അള്ളാഹു അവിടെ ഒരു തടസ്സം അവർക്ക് ഒരുക്കുന്നുണ്ട്, നമ്മളെ കൂടെ പോരാതിരിക്കാൻ. ഇതൊക്കെ ആത്മീയമായ അള്ളാഹുവിന്റെ റസൂലിന്റെ ഉപദേശങ്ങളാണ്. ഇതിന്റെ പിന്നാലെ നമ്മള് മറ്റേ സാധനം വെച്ച് പോയി കഴിഞ്ഞാൽ കാണാൻ കഴിഞ്ഞോളന്നില്ല. പക്ഷേ ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഹീന്റെ അടിസ്ഥാനത്തിൽ നമ്മളെ പഠിപ്പിച്ച, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മര്യാദയാണ്. വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ബിസ്മി ചൊല്ലിയാൽ ശൈത്താൻ പറയുമെന്നാണ്. എന്താണ് പറയാ? ശൈത്താൻ പറയും, ഫദക്കറല്ലാഹ ഇൻദ ദുഖൂലിഹി വഇൻദ തആമിഹി ഖാല ശൈത്താൻ ലാ മബീത ലക്കും വലാ അശ. നിങ്ങൾക്ക് ഇവിടെ താമസമില്ല, നിങ്ങൾക്ക് ഇവിടെ ഭക്ഷണമില്ല. ശൈത്താൻ തന്റെ കൂട്ടാളികളോട് പറയും. എന്നാൽ അത് ചെല്ലാതവൻ കടന്നാലോ, അദറക്തുമുൽ മബീത് വലം യദ്കുരില്ലാഹ ഇൻദ തആമിഹി അദറക്തുമുൽ മബീത വൽ അശ. കേറുന്ന സമയത്ത് ബിസ്മി ചൊല്ലിയില്ല, അപ്പോൾ പറയും കൂട്ട നിങ്ങൾക്ക് നമുക്ക് ഇവിടെ താമസമുണ്ട് ഇവിടെ, അല്ലേ? അപ്പൊ നമ്മൾ താമസിക്കുമ്പോൾ അവിടെ ഓരും താമസിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് പ്രശ്നം ഉണ്ടാകുന്നത്. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ബിസ്മി ചൊല്ലിയിട്ടില്ലെങ്കിൽ ശൈത്താൻ പറയുമെന്നാണ് കൂട്ടാളികളോട്, ഇനി നമുക്കിവിടെ ഡിന്നറുണ്ട്. മനസ്സിലായോ? ഇതുണ്ട് എന്ന് ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി ഉദ്ധരിക്കുന്ന ഹദീസിലൂടെ അള്ളാഹുവിന്റെ റസൂൽ നമ്മളെ പഠിപ്പിക്കാൻ. അപ്പൊ ഈ ഒരു സുന്നത്ത്, ചെറിയ ഒരു മര്യാദ നമ്മൾ പാലിക്കണം. അങ്ങനെ പാലിക്കുമ്പോൾ നമ്മളെ കൂടെ ഓലും വരുന്നില്ല. നമ്മളെ കൂടെ ഓല് വരാത്ത ഒരു രാത്രി എന്ന് പറയുന്നത് അത് സമാധാനമുള്ള രാത്രിക്കാരൻ, ഇല്ലെങ്കിൽ നമ്മളെ ഇടങ്ങാറാക്കാൻ ഓലും കൂടെ ഉണ്ടാവും. അപ്പൊ ഇങ്ങനത്തെ ഒരു സുന്നത്തിനെ നമ്മൾ പാലിക്കണം. പിന്നെ കയറി ചെല്ലുമ്പോ എങ്ങനെ ചെല്ലണം? അള്ളാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, രണ്ടാമത്തെ കാര്യം അതാണ്. പ്രവാചകൻ പറയണേ, സലാസത്തുൻ കുല്ലുഹും ളാമിനുൻ അലല്ലാഹ്. 3 വിഭാഗം ആളുകളുടെ സംരക്ഷണം അള്ളാഹ് ഏറ്റെടുത്തിട്ടുണ്ട്. ഏതാണ് ഒന്നാമത്തെ വിഭാഗം? ഇൻ ആശ റുസിഖ വകുഫിയ. ഇത് ചെയ്തതിനു ശേഷം അവർക്ക് ജീവിതം ഉണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് റിസ്ക് കൊടുക്കും, അള്ളാഹു അവരെ സംരക്ഷിക്കും. വഇൻ മാത അദ്ഖലഹു അല്ലാഹുൽ ജന്ന. ഇനി മരണപ്പെട്ടാലോ അള്ളാഹു അവരെ സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കും, വിശ്വാസികളാണ് എന്നുണ്ടെങ്കിൽ. അള്ളാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയണേ, മൻ ദഖല ബൈതഹു ഫസല്ലമ ഫഹുവ ളാമിനുൻ അലല്ലാഹ്. വീട്ടിൽ പ്രവേശിക്കുന്ന സമയത്ത് സലാം പറഞ്ഞുകൊണ്ട് കയറി ചെന്നാൽ അള്ളാഹ് അവരെ സംരക്ഷണം ഏറ്റെടുക്കും. എന്താ പറയുന്നത്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അള്ളാഹുവിന്റെ രക്ഷയും സമാധാനവും ബർക്കത്തും നിങ്ങൾക്കുണ്ടായിരിക്കട്ടെ. പ്രാർത്ഥനയാണ്. തിരിച്ചാ പ്രാർത്ഥന ഇങ്ങോട്ടും കിട്ടാൻ, ആ പ്രാർത്ഥനയുടെ ആശയത്തെ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് സാക്ഷാത്കരിച്ചു തരുമെന്ന് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അപ്പോ നമ്മൾ കയറി ചെല്ലുന്ന സമയത്ത് ഭാര്യയോട് മക്കളോട് ഒക്കെ സലാം പറഞ്ഞ് കയറി ചെല്ലണം. ഇതൊരു ശീലമാക്കണം. നമ്മുടെ മക്കൾ നമ്മൾ സലാം പറയുന്നത് കണ്ടു പഠിക്കണം. അള്ളാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയണേ, അതുപോലെ തന്നെ ഒരാൾ പള്ളിയിലേക്ക് പുറപ്പെട്ടു, വമൻ ഖറജ ഇലൽ മസ്ജിദി ഫഹുവ ളാമിനുൻ അലല്ലാഹ്. പള്ളിയിലേക്ക് പുറപ്പെട്ടവൻ അള്ളാഹുവിന്റെ സംരക്ഷണത്തിലാണ്. ഒരു ജിഹാദിന്റെ സാഹചര്യം ഉണ്ടായിട്ട് ആ രണഭൂമിയിലേക്ക് പുറപ്പെട്ടവനും അള്ളാഹുവിന്റെ സംരക്ഷണത്തിലാണ്. അള്ളാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അപ്പോ നമ്മൾ വീട്ടിലേക്ക് സലാം പറഞ്ഞ് കയറി ചെന്നാൽ വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് വന്ന് തിരിച്ചെത്തുന്നത് വരെ അള്ളാഹുവിന്റെ സംരക്ഷണം നമുക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല ഒരുക്കി തരും.
എന്ന് അള്ളാഹുവിന്റെ റസൂൽ. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നോട് പറഞ്ഞു, ഖാലലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യാ ബുനൈ, മോനെ, ഇദാ ദഖൽത അലാ അഹ്ലിക ഫസല്ലിം, ഇജ്ജ് വീട്ടിലേക്ക് ചെല്ലുകയാണെങ്കിൽ വീട്ടുകാരോട് സലാം പറയണട്ടോ. എന്താണ് കാരണം? യകുൻ ബറകതൻ അലൈക വഅലാ അഹ്ലി ബൈതിക വഅലാ അഹ്ലി ബൈതിക. ഈ സലാം പറയാനുള്ളത് നിനക്കും നിന്റെ വീട്ടുകാർക്കും ബർക്കത്താണ്. അപ്പൊ നമ്മൾക്കുള്ള ബർക്കത്ത് എവിടെ ഉണ്ട്? ആ സലാം പറയുന്നതോട് കൂടെ അതിൽ ബർക്കത്തുണ്ട് എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. മൂന്നാമത്തെ കാര്യം എന്താ അറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എങ്ങനെയാണ് വീട്ടിലേക്ക് വരാറുണ്ടായിരുന്നത് എന്ന് മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിക്കാൻ. അപ്പൊ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത്, ബി അയ്യി ഷൈഇൻ കാന യബ്ദഉ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ദഖല ബൈതഹു. നബി വീട്ടിൽ പ്രവേശിച്ചാൽ എന്താണ് ആദ്യം ചെയ്യാറുണ്ടായിരുന്നത്? ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിക്കാൻ. അപ്പൊ ആയിഷ റളിയല്ലാഹു അൻഹ പറയണേ, ബിസ്സിവാക്ക്. നബി എപ്പോ പുറത്തു പോയിട്ട് വീട്ടിൽ വന്നാലും ആദ്യം ചെയ്യല് സിവാക്കായിരുന്നു. ബ്രഷ് ചെയ്യും, സംസാരിക്കണം, വീട്ടുകാരോടാണ് സംസാരിക്കുന്നത്. ഇത് നബി എപ്പോഴും ചെയ്യാറുണ്ടായിരുന്നു എന്നാണ്. ഇത് നമ്മൾ ചെയ്യണം, അല്ലെ? സ്ത്രീയും പുരുഷനും പ്രത്യേകം ഇത് ശ്രദ്ധിക്കണം. കിടപ്പറയിൽ പ്രത്യേകം ഈ കാര്യം ശ്രദ്ധിക്കണം. ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയ സീരിയസ് ആയ കാര്യങ്ങളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതൊക്കെ ചെയ്യാറുണ്ടായിരുന്നു, അല്ലെ? ഇതൊക്കെ ചെയ്ത്, ഈ മര്യാദകളൊക്കെ ചെയ്ത് നമ്മൾ ഒരുമിച്ച് ചേരുമ്പോൾ ഉണ്ടാകുന്ന വല്ലാത്തൊരു ഐശ്വര്യമുണ്ട്. അതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി നാലാമത്തെ കാര്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം, നമ്മുടെ വീട്ടിൽ ഇപ്പോ ഒരാള് ദിക്ർ ചൊല്ലി ബിസ്മി ചൊല്ലി കയറി, സലാം പറഞ്ഞ് കയറി, അവിടെ ചെന്നിട്ട് അവൻ മിസ്വാക്ക് ചെയ്തിട്ടാണ് അവൻ സംസാരം ആരംഭിക്കുന്നത്. ഇനിയോ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, വീട്ടിൽ ബർക്കത്ത് ഉണ്ടാകാനുള്ള ചില കാര്യങ്ങൾ. അതെന്താണ്? വീട് എന്നുള്ളത് ഇബാദത്തുകൾ കൊണ്ട് ധന്യമാകുന്ന ഇടമാകണം. വീട് ഇബാദത്തുകൾ കൊണ്ട് ധന്യമാകണം. നമ്മൾ കടന്നിറങ്ങുന്ന, നമ്മൾ ഭക്ഷണം കഴിക്കുന്ന, നമ്മൾ ജീവിതം പങ്കുവെക്കുന്ന വീട്, അത് അള്ളാഹുവിനുള്ള ചില ബാധ്യതകൾ കൂടെ അവിടെ നടക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സല്ലു അയ്യുഹന്നാസ് ഫീ ബുയൂതികും, ജനങ്ങളെ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നമസ്കരിക്കണം. ഫഇന്ന അഫ്ളല സ്വലാത്തി സ്വലാത്തുൽ മർഇ ഫീ ബൈതിഹി ഇല്ലൽ മക്തൂബ. ഇമാം ബുഖാരി ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഒരാൾ നമസ്കരിക്കുന്ന നമസ്കാരങ്ങളിൽ ഏറ്റവും ഉത്തമമായ നമസ്കാരം അവൻ വീട്ടിൽ നിസ്കരിക്കുന്ന നിസ്കാരമാണ്, ഫർള് നിസ്കാരത്തിന് ശേഷം. ഫർള് നിസ്കാരം എവിടെയാണ്? പുരുഷന്മാർക്ക് പള്ളിയിലാണ്. ഫർള് നിസ്കാരം പള്ളിയിലാണ്. എന്നാലേ ആ നമസ്കാരങ്ങൾക്ക് മുമ്പും ശേഷവുമുള്ള സുന്നത്ത് എവിടെ നമുക്കാക്കാം? അത് വീട്ടിൽ നിന്നാക്കാം, അല്ലെ? പള്ളിയിൽ വന്നാലും പള്ളിയിൽ കയറിയാലും 2 റക്അത്ത് നമസ്കരിക്കുക. പക്ഷേ ഒരാൾ നമസ്കരിക്കുന്ന നമസ്കാരം ഏറ്റവും അഫ്ളൽ അതവൻ വീട്ടിൽ നമസ്കരിക്കലാണ്, സുന്നത്ത് നമസ്കാരം. ളുഹറിന്റെ ശേഷമുള്ള 2 റക്അത്ത് സുന്നത്ത് നമസ്കാരം അത് നമ്മൾ വീട്ടിൽ നമസ്കരിക്കുക. കാരണം അത് ബർക്കത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇജഅലു മിൻ സ്വലാത്തികും ഫീ ബുയൂതികും, നിങ്ങൾ നിങ്ങളുടെ നമസ്കാരങ്ങളിൽ ചിലതൊക്കെ നിങ്ങളുടെ വീട്ടിലാക്കണം. ഏത്? വലാ തത്തഖിദൂഹാ ഖുബൂറ. ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. വീടിന് നിങ്ങൾ ഖബർസ്ഥാനാക്കരുത്. നമുക്ക് വേറെ കാര്യം മനസ്സിലായി. ഈ ജാതി സാധനം എവിടെ പോയി ചെയ്യാൻ പാടില്ല? വലാ തത്തഖിദൂഹാ ഖുബൂറ. അപ്പൊ ഖബറിന്റെ അരികിൽ നിങ്ങൾ നിങ്ങളുടെ വീടിനെ ഖബറാക്കരുത്, ഖബർസ്ഥാനാക്കരുത്. അപ്പൊ അള്ളാഹുവിന്റെ റസൂലിന്റെ ദീനിൽ എന്തില്ല? ഖബറിന്റെ അടുത്തും ഖബർസ്ഥാനിലും നിസ്കാരമില്ല, സുജൂദില്ല. മനസ്സിലായോ? ഖബറിന്റെ അരികിൽ ഒരാൾ സുജൂദ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യക്കെതിരാണ്. എന്തുകൊണ്ട്? നബി പറയണേ, നിങ്ങൾ വീട്ടിൽ സുജൂദ് ചെയ്യണം, നിങ്ങൾ വീടിനെ നിങ്ങൾ ഖബറിടമാക്കരുത്. എന്നതിന്റെ അർത്ഥം ഖബറിന്റെ അരികിൽ ഒരിക്കലും സുജൂദില്ല. അപ്പൊ ഇത് നമ്മൾ പാലിക്കേണ്ട സംഗതിയാണ്. അതേപോലെ തന്നെ നമ്മുടെ വീട്ടിൽ ഈ ഇബാദത്തുകളിലുള്ള ഒരു പ്രേരണ പരസ്പരം ഉണ്ടാകണം. അപ്പൊ നമ്മൾ ആലോചിച്ചൊക്കെ ഇങ്ങനെയൊക്കെയാണ് അപ്പൊ നമ്മളെ വീട് ഒരാഴ്ച പോയിട്ടുള്ളത്. ഇനി അങ്ങനെ ഒരാഴ്ച നമ്മളെ വീടൊന്ന് പോയാലോ ആ ബർക്കത്ത് നമുക്ക് അവിടെ ഫീൽ ചെയ്യാൻ കഴിയും, ആ ബർക്കത്ത് നമ്മൾ അനുഭവിക്കും അവിടെ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, നമ്മുടെ വീട്ടിൽ ഈ ഇബാദത്തുകൾക്കുള്ള പ്രേരണ ഉണ്ടാകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയണേ, റഹിമല്ലാഹു റജുലൻ ഖാമ മിനൽ ലൈലി ഫസല്ല. അള്ളാഹുവിന്റെ റഹ്മത്തുണ്ട് ആർക്ക്? ഒരാൾ രാത്രി എണീറ്റ് നമസ്കരിച്ചു, രാത്രി നമസ്കാരം നിർവഹിച്ചു. എന്നിട്ടോ ഫഅയ്ഖല ഇംറഅതഹു ഫസല്ലത്. അവൻ നിസ്കരിച്ചു കഴിഞ്ഞപ്പോ അവൻ അവന്റെ ഭാര്യയെയും വിളിച്ചുണർത്തി, അവളും നമസ്കരിച്ചു. ഫഇൻ അബത് നളഹ ഫി വജ്ഹിഹി അൽമാ. ഇനി അവൾ നിസ്കരിക്കാൻ മടിക്കുകയാണെങ്കിൽ മുഖത്തിത്തിരി വെള്ളം ആ കൂടെ കൊണ്ടുപോയി ബക്കറ്റ് ശരിയാണെന്നല്ല, മറിച്ച് ചെറിയ ഇത്തിരി വെള്ളമാക്കിയിട്ട് നമ്മളെ ഒന്നുത്തിന്റെ ബാക്കിയൊക്കെ ഉണ്ടാവില്ല, ഒന്നും ഞാൻ തെളിച്ചിട്ട് നീക്ക് ബർക്കത്ത് കിട്ടുന്ന സമയമാണ് അല്ലെ? നമുക്ക് ഇതുപോലെ ഒരുമിച്ച് ആ ഒരു ഉപദേശവും ആ ഒരു തലോടലും ഒക്കെ കൊടുത്തിട്ട് അവളെയും നമ്മൾ വിളിച്ചുണർത്തിയാൽ
ഇനി അവൾ തിരിച്ചും ഇതുപോലെ ചെയ്തിട്ട് ഭർത്താവ് എണീക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഭർത്താവിനെയും ഇതുപോലെ ചെയ്ത് അവൾ വിളിച്ചുണർത്തിയാൽ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയണേ, അള്ളാഹുവിന്റെ റഹ്മത്ത് അവർക്കുണ്ടാകുമെന്നാണ്. ആ വീട്ടിൽ അള്ളാഹുവിന്റെ റഹ്മത്ത് ഉണ്ടാകും. ആ വീട്ടിൽ അള്ളാഹുവിന്റെ റഹ്മത്ത് ഉണ്ടാകും. ആയിഷ റളിയല്ലാഹു അൻഹ പറയണേ, നബി അങ്ങനെയായിരുന്നു. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുസല്ലി മിനൽ ലൈൽ. നബി രാത്രി നമസ്കരിക്കും. എന്നിട്ട് നബി വിത്റാക്കിയാൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയും, ആയിഷ ഖുമി ഫൗതിരി, ആയിഷ എണീറ്റ് നിസ്കരിക്കുക, വിത്റാക്ക് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയും. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അങ്ങനെ അബ്ദുല്ലാഹി ഇബ്നു ഉമറിനെ വിളിച്ചുണർത്താറുണ്ടായിരുന്നു എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണാൻ പറ്റും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫാത്തിമയുടെ വീട്ടിൽ പോയി ഫാത്തിമ റളിയല്ലാഹു അൻഹയെയും അലി ഇബ്നു അബീ ത്വാലിബ് മരുമകനെയും വിളിച്ച് നിങ്ങൾ നമസ്കരിക്കുന്നില്ലേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കാറുണ്ടായിരുന്നു എന്നാണ്. അപ്പൊ സഹോദരങ്ങളെ, രാത്രി നമസ്കാരം എന്നുള്ളത് ഒരു ശീലമാക്കാൻ നമ്മൾക്ക് പറ്റിയാൽ അതൊരു വിശ്വാസിയുടെ വിശ്വാസത്തിന്റെ ഏറ്റവും വലിയ അടയാളമാണ്. ഒറ്റയടിക്കൽ പോയി നമുക്ക് പക്ഷേ രാത്രി 2 മണിക്ക് നിസ്കരിക്കാൻ കഴിഞ്ഞോളുന്നില്ല. എല്ലാത്തിനും അതിന്റെ ഒരു ശീലമാക്കി തുടങ്ങുമ്പോൾ അതിന്റെ ചെറുതുനിന്ന് ഇങ്ങനെ വലുതിട്ട് പോയാൽ മതി. പണ്ഡിതന്മാര് പറഞ്ഞു 4 രൂപത്തിൽ ഒരാൾക്ക് രാത്രി നമസ്കാരം അത് നിസ്കരിക്കാം. അതെങ്ങനെയാണ്? അതിന്റെ ഒന്നാമത്തെ രൂപം ഇശാ കഴിഞ്ഞ ഉടനെ, ഇശാ നിസ്കാരം കഴിഞ്ഞ ഉടനെ 3 റക്അത്ത് നിസ്കരിക്കാം. റിസ്ക് ഇല്ല, നമുക്ക് ഉറക്കത്തെ ബാധിക്കണില്ല, ഒന്നുമില്ല. ആ ഇശാ 2 റക്അത്ത് സുന്നത്ത് കഴിഞ്ഞാല് അപ്പൊ തന്നെ 3 റക്അത്ത്. അതിങ്ങനെ പതിവാക്കി തുടങ്ങിയാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം? രണ്ടാമത്തെ രൂപം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ അവസാനത്തെ കാര്യം ഉറങ്ങുന്നതിന് മുമ്പ് നമസ്കാരമാക്കിക്കൊള്ളുക. അപ്പോ രാത്രിയിലെ അവസാനം നമ്മള് പായയിലേക്ക് എത്തിയാൽ, ബെഡിലേക്ക് എത്തുന്നതിന്റെ തൊട്ട് മുമ്പുള്ള സമയം, ആ ഇശാന്റെ തൊട്ട് ശേഷം പ്രാവർത്തികമാക്കി ഇങ്ങനെ നമ്മൾക്കത് ശീലമായി കഴിഞ്ഞാൽ പിന്നെ അത് പതുക്കെ മാറ്റിയിട്ട് കുറച്ചേരം കഴിഞ്ഞ് ഉറങ്ങുന്നതിന്റെ തൊട്ട് മുമ്പാക്കി മാറ്റുക. അത് നമുക്ക് ശീലമായി കഴിഞ്ഞാൽ സുബഹിന്റെ തൊട്ട് മുമ്പ് എണീക്കുക, അല്ലെ? സുബഹിന്റെ 4:54 ബാങ്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു 20 മിനിറ്റ് മുമ്പ്, 25 മുമ്പ് ഒന്ന് എണീക്കാൻ ശ്രമിച്ചാല് ഒരു റക്അത്ത് 3 റക്അത്ത് നമസ്കരിക്കുക. അതിങ്ങനെ പോയി കഴിഞ്ഞാൽ, ആ ശീലം നമ്മൾക്ക് ആയിക്കഴിഞ്ഞാല് പിന്നെ നമസ്കാരം ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം നമസ്കരിച്ച നമസ്കാരം എന്ത്? രാത്രി നമസ്കാരത്തിനായി എണീക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം രാത്രി നമസ്കാരം നിസ്കരിക്കാൻ വേണ്ടി മാത്രം എണീക്കും. എന്നിട്ട് രാത്രി നമസ്കാരം കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങൾ വലതുഭാഗത്തേക്ക് ചെരിഞ്ഞു കിടന്ന് കുറച്ച് സമയം ഉറങ്ങും. എന്നിട്ട് സുബഹിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങൾ എണീക്കും. അപ്പോ ആദ്യം തന്നെ 2 മണിക്ക് എണീക്കാൻ കഴിഞ്ഞോളന്നില്ല. പക്ഷേ ഇങ്ങനത്തെ ഒരു ശീലത്തിലൂടെ വന്നാൽ ആർക്കും പറ്റും. ആ രാത്രി നമസ്കാരം നമ്മളും ഭാര്യയും മക്കളെയും ഒക്കെ അങ്ങനത്തെ ഒരു ശീലം നമ്മുടെ വീട്ടിലുണ്ടാക്കിയാൽ റഹിമല്ലാഹു റജുലൻ, അള്ളാഹുവിന്റെ റഹ്മത്ത് ആ റജുലിനുണ്ട്. റഹിമല്ലാഹു ഇംറഅതൻ, അള്ളാഹുവിന്റെ റഹ്മത്ത് ആ സ്ത്രീക്കുണ്ട് എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ രാത്രിയിൽ തന്നെ, ആ പ്രഭാതത്തിൽ തന്നെ റഹ്മത്ത് അവതരിപ്പിച്ച ഒരു ശരീരത്തിനും ഒരു വീടിനും ഒരു റൂമിനും സഹോദരങ്ങളെ എന്തുമേൽ ഐശ്വര്യമാണ്. അപ്പൊ ഇങ്ങനത്തെ ചില ശീലങ്ങൾ നമ്മുടെ വീട്ടിലുണ്ടാകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, 6ാമത്തെ കാര്യം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയണേ, നമ്മുടെ വീട് അത് ഖുർആൻ കൊണ്ട് ധന്യമായ വീടാകണം. ഖുർആൻ കൊണ്ട് ധന്യമായ വീടാകണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കാരത്തിന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഖുർആന്റെ കാര്യത്തിലും പറഞ്ഞു, ലാ തജ്അലൂ ബുയൂതകും മഖാബിറ, നിങ്ങൾ നിങ്ങളുടെ വീടിനെ മഖ്ബറയാക്കരുത്. അപ്പൊ നമ്മൾ എന്ത് മനസ്സിലായി? മഖ്ബറയിൽ നിസ്കാരമില്ല, സുജൂദില്ല, ഖുർആനോത്തില്ല. നമ്മുടെ നാട്ടിലെ ഏതെങ്കിലും മഖ്ബറകളിലെ നിസ്കാരവും സുജൂദും ഖുർആനോത്തും കാണുന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കുക അത് ഇസ്ലാമല്ല. ഒറ്റയടിക്ക് മനസ്സിലാക്കാനുള്ള മാർഗമാണ്. എന്താ മനസ്സിലാക്കാനുള്ള മിഅ്യാർ, എന്താ മനസ്സിലാക്കാനുള്ള മാനദണ്ഡം? അല്ലാഹുവിന്റെ റസൂൽ പറയുന്നതിനെതിരാണോ? അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, ലാ തജ്അലൂ ബുയൂതകും മഖാബിറ, നിങ്ങൾ വീടിനെ മഖ്ബറയാക്കരുത്. ഇന്ന ശൈത്വാന യൻഫിറു മിനൽ ബൈത്തില്ലദീ തുഖറഉ ഫീഹി സൂറത്തുൽ ബഖറ, സൂറത്തുൽ ബഖറ ഓതുന്ന വീട്ടിൽ നിന്ന് ശൈത്വാൻ ഓടിയകലും. അപ്പോ നമ്മുടെ നാട്ടിലെ ഏതെങ്കിലും ഖബറിന്റെ അടുത്ത് കത്തപ്പുര കെട്ടിയിട്ടോ കത്തപ്പുര കെട്ടാതെയോ മഖ്ബറയിലോ കെട്ടിയുണ്ടാക്കിയ ജാറങ്ങളിലോ ഖുർആൻ ഓതുകയോ നമസ്കരിക്കുകയോ സുജൂദ് ചെയ്യുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ച് നമുക്ക് വിശ്വസിക്കാം അത് അള്ളാഹുവിന്റെ റസൂലിന്റെ ദീനല്ല, ഇസ്ലാം ദീനിനെതിരാണത്. അവർ ഇസ്ലാം ദീനല്ല ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീടിന്റെ കാര്യം പറഞ്ഞപ്പോൾ നേരെ ഓപ്പോസിറ്റ് ഖബറിനെ കുറിച്ചാണ് പറഞ്ഞത്. വീടും ഖബറും ഒരുപോലെയല്ല, നിങ്ങൾ അങ്ങനെ ആക്കരുത്. നമ്മൾക്ക് അതിൽ നിന്നുള്ള പാഠം നമ്മുടെ വീട്ടിൽ ഖുർആൻ ഓതണം, നമ്മുടെ വീട്ടിലെ ഖുർആൻ പാരായണം ചെയ്യണം, മക്കൾ ഖുർആൻ പാരായണം ചെയ്യണം, വാപ്പ ഖുർആൻ പാരായണം ചെയ്യണം, അത് മക്കൾ കാണണം. അങ്ങനത്തെ വീടാകണം. എന്താ കാരണം? ശൈത്വാൻ ആ വീട്ടിൽ ഉണ്ടാവില്ല. അപ്പൊ നമ്മൾക്കിടയിൽ ചെറിയ ചെറിയ അസ്വാരസ്യങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ ആലോചിച്ചാൽ മതി, ഞാൻ ഇപ്പൊ ഒന്ന് വിക്രലിറ്റാണോ വന്നത്, ഞാൻ ഇപ്പൊ ഒന്ന് ബിസ്മില്ലിറ്റാണ് കടന്നത്, ഞാൻ സലാം പറഞ്ഞിട്ടാണോ വന്നത്, ഞാൻ ഇന്ന്
പിന്നെ ഇങ്ങനെ എന്റെ വീട്ടിൽ നിന്ന് ഞാൻ ഇപ്പോൾ 2 റക്അത്ത് സുന്നത്ത് നമസ്കരിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇന്ന് ഇവിടെ ഒരു സൂറത്തുൽ ബഖറ പാരായണം ചെയ്തിട്ടുണ്ടോ, ഈ ബഖറ മുഴുവൻ ഓതിയിട്ടില്ലെങ്കിലും അയിത്ത ആമന റസൂലും ആയത്തുൽ കുർസിയെങ്കിലും ഓതാൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ടോ? ഇങ്ങനെയൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ തന്നെ അതൊക്കെ ഒന്ന് ഒരു 5 ദിവസം പ്രാവർത്തികമാക്കിയാലേ നമ്മൾ രണ്ടാളും കൂടെ പ്രാവർത്തികമാക്കിയത് എന്തെന്ന് പറയുന്നത് ഒരാഴ്ച കൊണ്ട് ആ വീടിന്റെ ഉള്ളിൽ നിന്ന് എന്തൊക്കെയോ പോയൊരു ഫീലിംഗ് നമുക്ക് ഉണ്ടാവും, എന്തൊക്കെയോ വന്ന ഒരു സുഖം നമുക്ക് ഫീൽ ചെയ്യും. എന്തുകൊണ്ട്? അള്ളാഹു റസൂൽ പറഞ്ഞതാണ് റഹിമല്ലാഹു റജുലൻ റഹിമല്ലാഹു ഇംറഅതൻ. പിന്നെയോ ഖുർആനോദന വീടിനെ കുറിച്ച് അള്ളാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് ഇഖ്റഊ സൂറത്തുൽ ബഖറ, നിങ്ങൾ സൂറത്തുൽ ബഖറ പാരായണം ചെയ്യണം. പ്രത്യേക നബി അത് പറഞ്ഞു. അപ്പൊ നമ്മളൊന്ന് പരിശ്രമിക്കുക, മക്കളോട് പറയാം അല്ലെ, ആ ബഖറിൽ ആദ്യത്തെ 10 ആയത്ത് ഓദിക്കുക, മറ്റവരോട് പറയാം ആയത്തുൽ കുർസി മുതൽ ഓദിക്കുക, അല്ലെങ്കിൽ ആമൻ റസൂൽ ഓദിക്കുക. അങ്ങനത്തെ ചില ശീലങ്ങളിലൂടെ നമ്മൾ വീടിനെ നമ്മൾ മാറ്റിയെടുക്കണം സുഹൃത്തുക്കളെ. എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാനുള്ള കാരണം? ഫഇന്ന അഖ്ദഹ ബറക, ഈ സൂറത്തുൽ ബഖറ പാരായണം ചെയ്യൽ അത് വലിയ ബർക്കത്താണ്. സൂറത്തുൽ ബഖറ പാരായണം ചെയ്താൽ അവിടെ നിങ്ങൾക്ക് ബർക്കത്ത് കാണാൻ സാധിക്കും. വഇന്ന തർക്കഹ ഹസ്റ, അതിനെ ഒഴിവാക്കൽ വലിയ നഷ്ടമാണ്, നാശമാണ്. വലാ യസ്തതിഉൽ ബഖല, ഒരിക്കലും സിഹറും സാഹിരീകളുമായി നടക്കുന്ന ഇത്തരം കാര്യങ്ങളുമായി നടക്കുന്ന ആളുകൾക്ക് ഒരിക്കലും ഈ വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയോട് അടുക്കാൻ പോലും കഴിയില്ല. അതാണ് അത് ശൈത്താന്മാരുടെ പരിപാടിയാണല്ലോ. എന്താ അല്ലാഹു റസൂൽ പറഞ്ഞത്? സൂറത്തുൽ ബഖറ പാരായണം ചെയ്യുന്ന വീട്ടിൽ നിന്ന് ശൈത്താൻ ഓടിയകലും. അപ്പൊ നമ്മളെ വീട്ടിക്ക് ഈ സാധനം കയറി വരാതിരിക്കണം എന്നുണ്ടെങ്കിൽ അതിനുള്ള മാർഗം നമ്മളെടുത്ത് തന്നെ ഉണ്ട്. നല്ല ബിസ്മി ചൊല്ലി സലാം പറഞ്ഞ് കയറി വന്നിട്ട് എന്നും സൂറത്തുൽ ബഖറ പാരായണം ചെയ്യുന്ന ഒരു വീടാണ് എന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ശൈത്വാനുള്ള ഒരു സംരക്ഷണം റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് ഒരുക്കി തരുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം. പിന്നെ 7ാമത്തെ കാര്യം എന്താ? നമ്മള് പരസ്പരം ഒന്ന് മനസ്സിലാക്കാം. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞേ ഇർഹമു മൻ ഫിൽ അർദ് യർഹമുകും മൻ ഫിസ് സമാ, ഭൂമിയിലുള്ള നിങ്ങൾ കാരുണ്യം ചെയ്യുക, അള്ളാഹുവിന്റെ കാരുണ്യം നിങ്ങൾക്ക് വരും. ഇത് നമ്മളെ എവിടുന്ന് തുടങ്ങണം? നമ്മളെ ഏറ്റവും ചാരി നിൽക്കുന്നവരടുത്തും തുടങ്ങണം. നമ്മളെ എല്ലാ കാരുണ്യവും എല്ലാ എന്താ പറയാ കരുണയും ഒക്കെ നമ്മള് എല്ലായിടത്തും ഉണ്ടാകണം. പക്ഷെ അത് ഇവിടുന്ന് തുടങ്ങണം, ഇവിടുന്ന് തുടങ്ങണം. അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞേ നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരോട് നല്ല രൂപത്തിൽ പെരുമാറണം. എവിടുന്നാ പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏറ്റവും നിർണായകമായ സംസാരത്തിൽ, പ്രവാചകന്റെ ഹജ്ജത്തുൽ വിദാഇലെ സംസാരത്തിൽ ഭാര്യമാരോട് വീട്ടുകാരോട് നല്ല രൂപത്തിൽ പെരുമാറണം. നിങ്ങൾ അറിയണം, ഞാൻ എന്റെ ഭാര്യമാരോട് ഏറ്റവും നല്ല രൂപത്തിലാണ് പെരുമാറുന്നത്. അപ്പൊ അതവിടെ തുടങ്ങണം. പിന്നെയോ വീട്ടിൽ പരസ്പരം എല്ലാവരും തമ്മിൽ ഇത് ഉണ്ടാകണം. മനസ്സിലായോ? അമ്മായിയമ്മയും മരുമകളും തമ്മിൽ ഇത് ഉണ്ടാകണം. ഒരു പരസ്പര ധാരണ ഉണ്ടാകണം, പരസ്പരം മനസ്സിലാക്കാൻ പറ്റണം. ആ മനസ്സിലാക്കൽ ഉണ്ടായാൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. നമ്മുടെ മോളെ ആ വീട്ടിലെ ഉമ്മ പ്രയാസപ്പെടുത്തുന്നത് കാണുമ്പോ നമുക്ക് പ്രയാസം ഉണ്ടാവോ? അവൾ അവിടെ ഇങ്ങനെ കണ്ണുനീർ അനുഭവിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവോ? ഉണ്ടാവും. എങ്കിലേ ഇതും അതേപോലെ കണ്ണും കരളും കൽബുമുള്ള ഒരു ഉമ്മയുടെ മകളെയാണ് നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നത് എന്ന് മനസ്സിലാക്കിയേ ഇടങ്ങാറാക്കൂലേ നമ്മള്? ചെറിയ ചെറിയ പ്രശ്നങ്ങളുടെ പേരിൽ ഇങ്ങനെ അതിന്റെ പേരിൽ ഇങ്ങനെ വണ്ടി എടുത്ത് പോകൂലേ നമ്മള്? മനസ്സിലായോ? അഫു കൊടുക്കാൻ നമുക്ക് പറ്റും. നമ്മുടെ മോളെ അവളുടെ ഭർത്താവ് ആശ്വസിപ്പിക്കുന്നതും അവളുടെ മരുമകൻ അവളെ ഒരു സന്തോഷത്തോടെ പെരുമാറുന്നതും അവളെ പുറത്തേക്ക് കൊണ്ടുപോകുന്നതും അവൾക്ക് നല്ല വിഭവവും നല്ല ഭക്ഷണവും നല്ല വസ്ത്രവും വാങ്ങിക്കൊടുക്കുന്നത് കാണുമ്പോ നമ്മുടെ മകളുടെ കാര്യത്തിൽ നമ്മൾക്ക് വല്ലാത്ത സന്തോഷം ഉണ്ടാവും. എങ്കിൽ നമ്മുടെ മോനെ പോകുന്നത് അതേപോലത്തെ ഒരു മോളുടെ കൂടെയാണ്. അപ്പൊ നമ്മളെ മോനും മോളും പോണാണുമ്പോ അങ്ങനത്തെ ഒരു പ്രശ്നം നമുക്ക് ഉണ്ടാവില്ല. തിരിച്ചും അങ്ങനെ തന്നെയാണ്. മനസ്സിലായോ? നമ്മളമ്മാനെ അവിടുന്ന് പെരിന്ന് കുറെ ആൾക്കാർ ഇടങ്ങാറാക്കുന്നുണ്ടെന്നുണ്ടെങ്കിലേ അത് നമുക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലേ നമ്മുടെ ഭർത്താവിന്റെ ഉമ്മയുടെ കാര്യത്തിലും നമ്മളത് ശ്രദ്ധിക്കണം. ഇത്രേ ഉള്ളൂ. ഒരു പരസ്പര ശ്രദ്ധ, ഒരു തിരിച്ചറിവ്, ഒരു ബോധം ഉണ്ടെന്നുണ്ടെങ്കിലേ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങളെ മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. അതിന്റെ ഇടയിൽ കടന്നിട്ട് ഒരു കൽബിങ്ങനെ ഇടങ്ങാറാവില്ല. മനസ്സിലായോ? ഓളി ശ്രദ്ധിക്കണം, ഉമ്മാനി തെറ്റിക്കാൻ പാടില്ല. അവിടെ എങ്ങനെ നെഞ്ചു പൊട്ടി എന്താ പറയാ അതിന് നീകരിക്കുന്ന അഗ്നിപർവ്വതം പൊട്ടിത്തെറിക്കണ ഒരു പ്രയാസം നമ്മളെ വീട്ടിൽ ആ മക്കൾക്ക് ഉണ്ടാവില്ല. നമ്മളെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇസ്ലാം ദീൻ നമ്മളെ മനസ്സിലേക്ക് ഇറങ്ങണം. എന്നാൽ എല്ലാവരോടും കരുണ കാണിക്കാൻ പറ്റും. ഇത് ഭർത്താവും ഭാര്യയും തമ്മിൽ ഉണ്ടാകണം. ഭാര്യമാർക്ക് കൂടുതൽ നമ്മൾ അഫു കൊടുക്കണം, അവരെ കേൾക്കണം. അവരിങ്ങനെ വന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ടാവും കുറെ കാര്യങ്ങൾ. അതെല്ലാതും ജവാബ് കിട്ടാൻ വേണ്ടി പറയണതല്ല. മനസ്സിലായോ? എല്ലാതും ഉത്തരം കിട്ടാൻ വേണ്ടി പറയണതല്ല. അവർക്ക് നമ്മളേ ഉള്ളൂ. നമ്മൾക്ക് രാവിലെ ആയാൽ വൈകുന്നേരം വരെ പുറത്താണ്.
നമ്മൾക്ക് കാണാനും കേൾക്കാനും ഇടപെടാനും സംസാരിക്കാനും പോകാനും ഇരിക്കാനും ഒക്കെ ഒരുപാട് ലോകങ്ങളുണ്ട്. അവരുടെ ലോകം എന്ന് പറഞ്ഞാല് ആ ഒരു 5 അടി 6 അടി ദൂരത്തിലുള്ള അല്ലെങ്കിൽ 10 അടി ദൂരത്തിലുള്ള അവിടെ കിടന്നിട്ട് അവരിങ്ങനെ ചുറ്റിത്തിരിയാണ്. അതിനിടയിൽ മക്കളുടെ പ്രശ്നങ്ങളുണ്ട്, കുറെ കാര്യങ്ങളുണ്ട്, അവരുടെ സങ്കടങ്ങളുണ്ട്. ഇതൊക്കെ രാത്രി വന്നൊന്ന് ഇറക്കി വെക്കാൻ നമുക്ക് കാണുന്നവരോടൊക്കെ പറയണ്ട്. അവർക്ക് ഒരേ ഒരാളുള്ളത് നമ്മളാണ്. അതൊന്ന് കേൾക്കാൻ കുറച്ച് സമയം നമ്മൾ കണ്ടെത്തണം. അത് കേൾക്കൽ ഒരു പുണ്യമുള്ള കാര്യമാണ്. എല്ലാത്തിനും നമ്മൾ സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. ഉത്തരം കിട്ടാൻ വേണ്ടി എല്ലാവരും പറയുന്നത് ഈ തളം കെട്ടി നിൽക്കുന്നതാണ്. ഒലിച്ചു പോയാൽ തന്നെ കുറെ സമാധാനം നിൽക്കുന്നുണ്ടാവും. അവിടെ ഒന്ന് തലോടാൻ, അവിടെ ഒന്ന് ചേർത്ത് പിടിക്കാൻ, അവിടെ ഒന്ന് ആശ്വസിപ്പിക്കാൻ, അനുനയിപ്പിക്കാൻ, അങ്ങനത്തെ ഒരു അത്രേ അവർ ആഗ്രഹിക്കുന്നുള്ളൂ. അത് നമ്മൾ കൊടുത്താലേ ജീവിതത്തിലെ ഏറ്റവും വലിയ അവർക്ക് നമ്മൾ കൊടുക്കുന്ന അംഗീകാരവും സമ്മാനവും ഒരു പക്ഷെ അതായിരിക്കും, അവരെ കേട്ടു കൊടുക്കുക എന്നുള്ളത്. അപ്പോ ഇങ്ങനത്തെ ഒരു ശ്രദ്ധയൊക്കെ വീട്ടിനുള്ളിൽ നമ്മളെ ഇടയിൽ ഉണ്ടാകണം. അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തർക്കം ഉണ്ടായപ്പോ പോലും അല്ലെ, ആ പാത്രം പൊട്ടിച്ചപ്പോൾ പോലും നബി എന്താ ചെയ്തത്? അതിനോടുള്ള നബിയുടെ പ്രതികരണം ഉണ്ടല്ലോ, അത് നമ്മുടെ വീട്ടിലും റൂമിലൊക്കെ ഉണ്ടാകണം. എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തത്? അഫുവിന്റെ, മാപ്പിന്റെ റസൂൽ, അഷ്റഫുൽ ഖൽഖ്, മദീനയുടെ ചക്രവർത്തി, ഈ ഉമ്മത്തിന്റെ റസൂൽ, ആകാശാരോഹണം നടത്തിയ സ്വർഗവും നരകവും കണ്ട് അള്ളാഹുവിന്റെ അരികിൽ 7 ആകാശങ്ങൾക്ക് അപ്പുറത്ത് പോയ മഹാൻ, പക്ഷെ വീട്ടിൽ ഒരു സാധാരണക്കാരനായ തന്റെ പത്നിമാരുടെ ഭർത്താവായി ജീവിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. മനസ്സിലായോ? നമ്മളെ തിരക്ക് അവിടെ വെച്ചിട്ട് വീട്ടിൽ കയറണം. വീട്ടിൽ വന്നാലും തിരക്കുണ്ടാക്കരുത്. നമ്മൾ എത്ര വലിയ ആളാണെങ്കിലും എവിടെ തിരക്കുണ്ടെങ്കിലും ആ തിരക്കുള്ളവർക്ക് വെച്ചിട്ട് സ്റ്റെപ്പുകാരനോടുകൂടെ തിരക്ക് അവിടെ വെക്കണം. ഇവിടെ ആ തിരക്ക് പറഞ്ഞാല് പിന്നെ ഓലെ കേൾക്കാൻ സമയം ഉണ്ടാവില്ല. അതാണ് ഒരുപാട് കുടുംബത്തിലെ പ്രശ്നം. അത് നമ്മൾ ശ്രദ്ധിക്കണം. വളരെ സീരിയസ്ലി പുരുഷന്മാർ ശ്രദ്ധിക്കണം. ഒരുപാട് കുടുംബ പ്രശ്നങ്ങളുടെ കാരണം ഈ ഒരു കേൾക്കാനും ചേർത്ത് പിടിക്കാനും ആളില്ല എന്നുള്ളതാണ്. ഇത് നമ്മൾ ശ്രദ്ധിച്ചാലേ കുറെ പരിഹാരങ്ങൾ ഉണ്ടാവും. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അതോടൊപ്പം തന്നെ ദിക്റുകൾ നമ്മൾ ശ്രദ്ധിക്കണം. ദിക്ർ പ്രാവർത്തിയാക്കണം. വീട്ടില് ദിക്ർ ഉണ്ടാകണം. അള്ളാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മസലുൽ ബൈത്തില്ലദീ യുദ്കറുല്ലാഹു ഫീ വല്ലദീ ലാ യുദ്കർ മസലുൽ ഹയ്യി വൽ മയ്യിത്ത്. അള്ളാഹിനെ കുറിച്ച് സ്മരിക്കണ വീടും സ്മരിക്കാത്ത വീടും മരിച്ചവനെയും ജീവിച്ചവനെ പോലെയുമാണ് എന്നാണ്. എപ്പോഴും അള്ളാഹിനെ കുറിച്ചുള്ള സ്മരണകൾ, ദിക്റുകൾ, രാവിലെയും വൈകുന്നേരവുമുള്ള ദിക്റുകൾ, അതേപോലെ തന്നെ ധാരാളക്കണക്കിന് ദിക്റുകൾ, വീട്ടിൽ വന്നാലും വീട്ടിൽ നിന്ന് പോകുമ്പോഴുമുള്ള ദിക്റുകൾ, അതേപോലെ രാത്രി കിടന്നിറങ്ങുമ്പോഴുള്ള ദിക്റുകൾ, ഇങ്ങനെ ധാരാളക്കണക്കിന് ദിക്റുകൾ നമുക്ക് ചൊല്ലാനുണ്ട്. ഇങ്ങനെ ഖുർആനിന്റെ പാരായണം, സൂറത്തുൽ ഫലഖും നാസും അതേപോലെ തന്നെ ഇഖ്ലാസും, ഇങ്ങനത്തെ സൂറത്തുകൾ, ഇതൊക്കെ നമ്മുടെ വീട്ടിൽ പാരായണം ചെയ്യണം. നമ്മുടെ മക്കൾക്ക് അത് ഊതി തടവി നമ്മൾ കൊടുക്കണം. ഇങ്ങനത്തെ ഒരു അന്തരീക്ഷം നമ്മുടെ വീട്ടിൽ ഉണ്ടാകണം. നമ്മുടെ വീട്ടിൽ ബർക്കത്തുണ്ടാകും. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ബിസ്മില്ലാഹിർ അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ വഅലാ മൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം പാലിക്കണമെന്ന് ഒരിക്കൽ കൂടെ ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. സഹോദരങ്ങളെ, അവസാനമായി സൂചിപ്പിക്കാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ ഹറാമുകൾ ഉണ്ടാകരുത്. അത് പ്രധാനമാണ്. അതൊക്കെ ഉണ്ടായിട്ട് നമ്മുടെ വീട്ടിൽ ഹറാം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഭക്ഷണത്തിൽ, നമ്മുടെ വസ്ത്രത്തിൽ, നമ്മുടെ പെരുമാറ്റത്തിൽ ഹറാമുകൾ ഉണ്ടാവുമ്പോൾ ഈ തരുന്ന അള്ളാഹു നൽകുന്ന ബർക്കത്തിന്റെയും റഹ്മാത്തുകളുടെയും ഒക്കെ അളവ് കുറയും. മനസ്സിലായോ? അള്ളാഹ് ചെയ്യാൻ പറഞ്ഞത് നമ്മളുണ്ടാണ്, ചെയ്യരുതെന്ന് പറഞ്ഞതുകൊണ്ട് ആകരുത് നമ്മളെ വീടിന്റെ ഇഷ്ടിക കഷ്ണങ്ങളിൽ അല്ലെങ്കിൽ നമ്മുടെ വീടിന്റെ കോൺക്രീറ്റിൽ പലിശയുടെ അംശം ഉണ്ടാകരുത്. ശ്രദ്ധിക്കണം. ഒരു തരിമ്പ് പോലും ഉണ്ടാകരുത്. നമ്മുടെ മക്കൾ കഴിക്കുന്ന ഭക്ഷണത്തിലും അവർ ധരിക്കുന്ന വസ്ത്രത്തിലും ഹറാമായ സമ്പാദ്യം ഉണ്ടാകരുത്. അത് നമ്മൾ ശ്രദ്ധിക്കണം. നമ്മളൊക്കെ എങ്ങനെങ്കിലും ഒരു ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട്, എങ്ങനെങ്കിലും ഒരു പോയി കിട്ടാൻ വേണ്ടിയിട്ട് അതിന്റെ അടിയിൽ കൂടി 2 കളവ് പറഞ്ഞ് അല്ലെങ്കിൽ ഒരു ന്യൂനത മറച്ചു വെച്ചിട്ട് കൊടുത്ത സാധനം കൊണ്ട് കിട്ടിയ പൈസയിട്ട് നമ്മളെ മക്കൾ വളരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടാവില്ല. നമ്മളെ വീട്ടിലും കുടുംബത്തിലും അത് ഉണ്ടാവില്ല. അവർ ധരിക്കുന്ന വസ്ത്രം അത് നമ്മൾ ശ്രദ്ധിക്കണം. അത് വലുതായിട്ട് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. മനസ്സിലായോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം പറഞ്ഞു, പുരുഷന്മാരുടെ വേഷം ധരിക്കുന്ന സ്ത്രീകളെയും സ്ത്രീകളുടെ വേഷം ധരിക്കുന്ന പുരുഷന്മാർക്കും അള്ളാഹുവിന്റെ ലഅനത്തുണ്ട്. ആ പോണത് ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ തിരിയാത്ത അവസ്ഥ നമ്മളെ മക്കളുടെ കാര്യത്തിൽ ഉണ്ടാകരുത്. ഇത് ഇസ്ലാം ദീനാണ്. ഇത് മുസ്ലിങ്ങളോടാ പറയുന്നത്. മനസ്സിലായോ? ഇത് മുസ്ലിങ്ങളോടാ പറയുന്നത്. അള്ളാഹുവിന്റെ റസൂൽ മുസ്ലിമീങ്ങളോട് പറഞ്ഞ കൽപ്പനയാണിത്. അവർക്കൊരു വേഷം ഇസ്ലാം കൊടുത്തിട്ടുണ്ട്. ആ വേഷമായിരിക്കണം അവർ ധരിക്കേണ്ടത്. ആണിനും പെണ്ണിനും പ്രത്യേക വേഷങ്ങളുണ്ട്. അവരെ തിരിച്ചറിയണം. അവർ രണ്ടും രണ്ടാണ്. മനസ്സിന്റെ തോന്നലുകൾക്കനുസരിച്ച് മാറുന്ന കാര്യമല്ല ജെൻഡർ. ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ അങ്ങനെയല്ല. രണ്ടേ ഉള്ളൂ. ഒന്ന് സ്ത്രീയുമാണ്, ഒന്ന് പുരുഷനുമാണ്. അവർക്കുള്ള വേഷവും സംഗതികളും ദീൻ പഠിപ്പിച്ചിട്ടുണ്ട്. ആ ഇങ്ങനെ ഇടണം എന്നല്ല, എങ്ങനെ ഇടണം എന്ന് ദീൻ പഠിപ്പിച്ചിട്ടുണ്ട്.
അങ്ങനെ തന്നെയാണ് നമ്മുടെ മക്കളുടെ വസ്ത്രം എന്ന് നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ ശ്രദ്ധിക്കുക. അല്ല എന്നുണ്ടെങ്കിൽ ദീനിനെതിരായിക്കൊണ്ട് നമ്മൾ പറഞ്ഞിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ് നടന്നാല് ബറക്കത്ത് ഉണ്ടാവില്ല. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അവനും അവന്റെ പരിശുദ്ധ സ്വർഗ്ഗത്തെ നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉൾക്കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ജീവിച്ച് മരിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. എല്ലാവിധ ബുദ്ധിമുട്ടുകളിലും പ്രയാസങ്ങളിലും അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. പെട്ടെന്നുണ്ടാകുന്ന പ്രതിസന്ധികളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമ്മുടെ നാടിന്റെ വ്യത്യസ്ത പ്രദേശങ്ങളിൽ ദുരന്തങ്ങൾ അനുഭവിക്കുന്നവർ, മഴക്കെടുതികളിൽ പ്രതിസന്ധികൾ അനുഭവിക്കുന്ന വാർത്തകൾ നമ്മൾ ഇപ്പോഴും കേട്ടുകൊണ്ടിരിക്കുകയാണ്. അവിടങ്ങളിൽ നിന്നെല്ലാം സമാധാനത്തിന്റെയും രക്ഷയുടെയും സന്തോഷത്തിന്റെയും വാർത്തകൾ അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. അവിടെ രക്ഷാപ്രവർത്തനങ്ങളിൽ ഇടപെടുന്ന ആളുകൾക്ക് അല്ലാഹു എളുപ്പത്തെയും മനക്കരുത്തിനെയും ശക്തിയെയും പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹു ദുരന്തങ്ങളിൽ നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم اجرنا من النار. اللهم اعز الإسلام والمسلمين. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وارحمنا بأنواع رحمتك يا أرحم الراحمين والحمد لله رب العالمين. صلى الله عليه وسلم.